ഈശോയിലേറ്റസ്ന എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് പത്രോസിലെ വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര തവണ ക്ഷമിക്കണം? 7 തവണ ക്ഷമിച്ചാൽ മതി എന്ന് ചോദിക്കുകയാണ്. ഈശോ പറയുകയാണ്, 7 70 തവണ എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നീ ക്ഷമിക്കണം എന്ന് പറയുകയാണ്. അല്ലെ, അതിനെ അങ്ങനെ കണക്ക് വയ്ക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളൊന്ന് ആലോചിക്കുകയും ഞാൻ എന്റെ സഹോദരനോട് ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ സഹോദരനോട് ഒരു 10 തവണ ഞാൻ ക്ഷമിക്കുമെന്ന് പറയുകയാണ്. ഈ 10 തവണ ക്ഷമിക്കേണ്ട സാഹചര്യങ്ങള് മിക്കവാറും ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൊല്ലം കഴിഞ്ഞാൽ, അല്ലെ 10 തവണ ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്റെ സ്റ്റോക്ക് തീർന്നു, ഇനി ഞാൻ ക്ഷമിക്കില്ല, എന്റെ ക്ഷമയുടെ സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഈശോ പറയുകയാണ്, ഇത് അൺലിമിറ്റഡ് ആണ്. അല്ലെ, നിനക്ക് എത്ര നാള് ജീവിതമുണ്ടോ അത്ര നാൾ നീ ക്ഷമിക്കാനായിട്ട് പഠിക്കണം. എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ക്ഷമിക്കാനായിട്ട് ക്ഷമിക്കണം എന്ന് ഈശോ പറയുകയാണ്. 70 തവണ എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ ലേഖനഭാഗത്തില് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. പരസ്പരം സ്നേഹത്തോട് വർത്തിക്കുന്നത്, ശത്രുക്കളോടൊക്കെ നമ്മള് ബലമുള്ളവരായ നാം ദുർബലരായവരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് പൗലോസ്ലീഹ കൃത്യമായിട്ട് പറയുകയാണ്. സ്നേഹമുള്ളവർ ഇന്നത്തെ വചനഭാഗങ്ങള് കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവകൃപ കിട്ടിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും